നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടിക്ക് നിലവിൽ കരാറുള്ളത് 2026 വേൾഡ് കപ്പ് വരെ മാത്രമാണ്. അതിനുശേഷം എന്ത് എന്ന ചോദ്യമുണ്ട്. ആഞ്ചലോട്ടിയോട് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ബ്രസീലിൽ തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 100 വട്ടം സമ്മതം എന്ന രൂപത്തിലാണ് പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബ്രസീൽ മാധ്യമം ഗ്ലോബ് പുറത്തുവിടുന്നു. ആഞ്ചലോട്ടിയുമായിട്ട് കരാറ് പുതുക്കാൻ CBF ഒരുക്കമാണ് എന്ന് പറഞ്ഞാൽ 2026 അപ്പുറത്തേക്ക് 2030 വേൾഡ് കപ്പ് വരെ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമാണ് അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ ടീം ഒരുക്കാൻ, 1 വർഷം മാത്രം. ഏതാ അടുത്ത വേൾഡ് കപ്പിന് ഒരു ഫുൾ സൈക്കിൾ അദ്ദേഹത്തിന് അങ്ങ് കൊടുക്കാനാണ് CBF ആഗ്രഹിക്കുന്നത്. 2026 വേൾഡ് കപ്പ് റിസൾട്ട് നോക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ, അതായത് വേൾഡ് കപ്പിന് മുമ്പ് തന്നെ അദ്ദേഹമായിട്ടുള്ള കരാറ് ദീർഘകാലത്തേക്ക് പുതുക്കാൻ CBF ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലോബൽ റിപ്പോർട്ടിലേക്ക് ഇത് പോവുകയാണ്. അതിങ്ങനെയാണ്. ഇപ്പം അടുത്ത സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2030 വേൾഡ് കപ്പ് സൈക്കിൾ, അതിന് ഇപ്പോഴേ പ്രിപ്പയർ ആവുക. സോ അടുത്ത ഈ 2026 വേൾഡ് കപ്പിൻ്റെ റിസൾട്ട് നോക്കാതെ തന്നെ ആ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ആഞ്ചലോട്ടിയുടെ കോൺട്രാക്ട് പുതുക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ CBFനുള്ളത്. ഇറ്റാലിയൻ കോച്ച് ഓൾറെഡി അദ്ദേഹത്തിന് ഇവിടെ തുടരാനുള്ള താല്പര്യം അദ്ദേഹം വെളിവാക്കിയിട്ടുള്ളതാണ് എന്നുകൂടി ഗ്ലോബൽ റിപ്പോർട്ട് പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും ബ്രസീലിയൻ ഫുട്ബോളിൽ. നമുക്കറിയാം, അത് ഒരു കോച്ച് ഇങ്ങനെ ഇടക്കിടക്ക് മാറി വരുന്നതിന് പകരം ദീർഘകാലത്തേക്ക് ഒരു സൈക്കിളിലേക്ക് ഫുള്ളായിട്ട് ആ ഒരു കോച്ചിനെ വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ ടീമിനെ ഒരുക്കാൻ പറ്റും. ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ബ്രസീൽ ഹാപ്പിയാണ്. ബ്രസീലിൻ്റെ കാര്യത്തിൽ ആഞ്ചലോട്ടിയും ഹാപ്പിയാണ്. ഈ ദീർഘകാലത്തേക്കുള്ള കരാർ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.